Good afternoon, sir. Shubha, good afternoon. Good afternoon, sir. Video, good afternoon. Okay. Shubha, let us start. Start here, sir. ആരും കാണാനില്ലല്ലോ. മഞ്ജു വന്നിട്ടുണ്ട്. വരുമായിരിക്കും സാർ, മഴയായതുകൊണ്ടായിരിക്കും. ഇല്ല, അവിടെയൊക്കെ ഇവിടെയൊക്കെ നല്ല വെയിലാണ്. അയ്യോ, ഇവിടെയൊക്കെ ഭയങ്കര മഴ സാറേ. എന്താ സാർ? നാട് എവിടെയാണ്? തിരുവനന്തപുരം, കടക്കാവൂർ. കടക്കാവൂർ. അതെ. തലസ്ഥാന നഗരിയിൽ മഴ പെയ്യുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? യെസ്. പ്രയർ, സൈനിങ് ഓൺ, തോട്ട് ഓഫ് ദ ഡേ. ഒന്നുമില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഒരു കാര്യം പറയാൻ പറ്റും. നിങ്ങൾക്ക് കിഷൻ ടീച്ചറിന്റെ ക്ലാസ് ഉച്ചകൾ എത്ര മണിക്കാണ്? 3 മണിക്ക്. 3 മണിക്ക് എന്നുള്ളത് 8 മണിയാട്ടോ. 8 മണി. ഓക്കെ സാർ. എല്ലാവരോടും ഒന്ന് പറഞ്ഞേക്കണം. ഞാൻ നിങ്ങള് 3 പേരെ ഏൽപ്പിക്കുന്നു. മിന്ദു, ശുഭ, ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട് സാർ. എന്താ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഇന്ന് 8 മണിക്കാണ്. ടീച്ചർ കുട്ടിയോട് പറഞ്ഞിട്ടായിട്ട് വന്നു. അങ്ങനൊന്നുമല്ല, ടീച്ചറിന്റെ മകളെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ ഡിസ്ചാർജ് ചെയ്യുന്നത് ചിലപ്പോ ഒരു 3 മണിയൊക്കെ ആവും. അപ്പൊ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്നാണ് ടീച്ചർ പറഞ്ഞത്. യെസ്. അപ്പോ ലാസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. അത് ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ഓർമ്മിപ്പിക്കുന്ന കാര്യം ആരെ ഏൽപ്പിക്കുന്നു? ശുഭനെ ഏൽപ്പിക്കുന്നു കേട്ടോ. അത് ശുഭ പറഞ്ഞാലും മതി. കാര്യം പറയാനും പറഞ്ഞിട്ട് ശുഭ പറഞ്ഞാലും മതി. സുഷിത, സുബിത, സുബിതയും കൂടി വന്നിട്ട് ആരംഭിക്കാന്ന് പറഞ്ഞിരിക്കുകയെന്ന് മഞ്ജു. അപ്പോ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഓക്കെ. യെസ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രയർ ചെയ്യാം. പ്രയർ ഇല്ല. പ്രയർ ചെയ്യാം. എന്നാ തോട്ട് ഓഫ് ദ ഡേ. പ്രയർ ചെയ്യാം സാർ. Dear God, please help us to live each day with a graceful heart. Amen. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ പ്രയർ ഇല്ല എന്നാണ് ഞാൻ കേട്ടത്. യെസ്. ഓക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോ സെന്റൻസ് കാണുമ്പോഴും അത് ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് ഇത് വ്യക്തമാകണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു 12 ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് മുതൽ ഫ്യൂച്ചർ, പെർഫെക്റ്റ്, കണ്ടിന്യൂസ് വരെയുള്ള 12 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വലുതുകാലം വെച്ച് കയറിയത് എങ്ങോട്ടാണ്? പാസീവ് വോയിസിലേക്കാണ് നമ്മൾ കയറി. പാസീവ് വോയിസിലേക്ക്. പാസീവ് വോയിസ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു തന്നെ ഓർമ്മ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഐ എന്നുണ്ടെങ്കിൽ അത് മീൻ ആവും, ഷീ എന്നാണെങ്കിൽ ഹെയർ ആവും, ഈ ആണെങ്കിൽ ഹിം ആവും, ദേ ആണെങ്കിൽ ദം ആവും,
വി ആണെങ്കിൽ അസ് ആവും, യു ആണെങ്കിൽ യു തന്നെ വരും. അതൊരു ചേഞ്ചസ്. ഇനി തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് നോക്കിയിട്ട് വേണം ഓരോ സെന്റൻസിനെയും ഏത് മോഡലാണ് പാസീവ് വോയിസ് ആക്കേണ്ടത് എന്ന് തീരുമാനിക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു, എപ്പോഴും തന്നിരിക്കുന്ന വാചകത്തിൽ നിന്നും ഒരു ഓബ്ജക്റ്റിനെ കണ്ടുപിടിക്കുന്നു. ആ ഓബ്ജക്റ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യു ക്യാൻ ആസ്ക് 2 questions. 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ആ ചോദ്യങ്ങളാണ് whom, what. whom എന്നും what എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ എന്താണോ ദാറ്റ് ഈസ് കോൾഡ് ഒബ്ജക്റ്റ്. വെന്നോ വെയറോ ആ ചോദ്യങ്ങളുടെ ആൻസർ ഒന്നും ഒബ്ജക്റ്റ് അല്ല. whom or what, ആരെ അല്ലെങ്കിൽ എന്ത്. These 2 questions, when you ask these 2 questions, you will get an answer. ആൻസർ ആണ് നമ്മൾ പറയുന്നത് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ ഒന്നെങ്കിലും ചെയ്തോ സുബിത കഴിഞ്ഞ ക്ലാസ്സിൽ? ചെയ്തിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ചെയ്തൊന്ന് വായിച്ചു. ഷീ റീഡ്സ് ഇംഗ്ലീഷ് നോവൽസ്. അപ്പൊ അതിന്റെ ആൻസർ എന്ത് കിട്ടി? ഇംഗ്ലീഷ് നോവൽസ് ആർ റീഡിംഗ് ബൈ ഹെർ. ഓ, റീഡിംഗ് ആണോ? അല്ലല്ല, ഇംഗ്ലീഷ് നോവൽസ് ആർ റെഡ് ബൈ ഹെർ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അതിന്റെ അകത്ത് ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്, ഡെയിലി വിട്ടുപോയി. അപ്പൊ ആ ബൈ എന്നുള്ള തൊട്ട് മുമ്പ് കൂടി ചേർത്തേക്കാം. ഇംഗ്ലീഷ് നോവൽസ് ആർ റെഡ് ഡെയിലി ബൈ ഹെർ. ഒരു വാക്ക് വിട്ടുപോകരുത്, എല്ലാ വാക്കുകളും വരണം. അപ്പൊ അതിന്റെ പേരിൽ വിട്ടുപോകാൻ വയ്ക്കണം. എല്ലാ ബാക്കിയുള്ള വാക്കുകളൊക്കെ ആ ബൈ എന്ന് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അങ്ങനെ ചേർത്ത് അവസാനിപ്പിച്ചു. യെസ്. അപ്പൊ നമുക്ക് 1-2 കൂടെ അതിനകത്ത് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ടെൻസിലേക്ക് പോകാം. എഴുതിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കും. 1, ഷീ റൈറ്റ്സ്, WRITS, റൈറ്റ്സ് short story, SHORT, short story. അടുത്തത് we cook, COOK, cook food, FWOOD, food for the family. അടുത്തത് I study, STUDY, study English grammar. I study English grammar. നാലാമത്തത് പി. 5 പേരേ ഉള്ളൂ, അപ്പൊ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞത് കേട്ടോ. വി clean, CLEN, clean the room every day. We clean the room every day. ഒരെണ്ണം കൂടി. He makes, MAKES, makes paper, PAPR, paper dots, DOLLS, dots. He makes paper dots. 5 ഉണ്ട്. ചെയ്തോളൂ, ആൻസർ അടിയിലായിരിക്കും. അപ്പൊ നമ്മൾ ആകെ 5 പേരുണ്ട്. മിന്നു, സുബ, മഞ്ജു, സുബിത ആൻഡ് ലിജി. ഓരോരുത്തർക്കും ഓരോ വിധം പറയാൻ പറ്റും. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ഈ അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ചേർക്കണം.
പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള എന്തെങ്കിലും ആ സെന്റൻസ് അത് ചേർക്കണം. ലാസ്റ്റ് ബൈ വെച്ചിട്ട് ഫിനിഷ് ചെയ്യണം. കഴിയുമ്പോ പറഞ്ഞാൽ മതി. സുഭിദ്ര കഴിഞ്ഞു. മിന്നുന്റെ കഴിഞ്ഞു. ശുഭ്ര കഴിഞ്ഞു. മറ്റു കഴിഞ്ഞു. ഓക്കെ 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 നമുക്ക് ആരംഭിക്കാം. ഓക്കെ ലിജി കഴിഞ്ഞു. അപ്പൊ ഓക്കെ എന്താ പറയാ, മുമ്പന്മാർ പിൻപന്മാരും പിൻപന്മാർ മുമ്പിലാവുമെന്ന് പറഞ്ഞ പോലെ ലിജി ആദ്യത്തെ വായിക്കും. She writes short stories. Yes, absolutely. short story is written by her. Correct answer. Very good. Short story is written by her. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഷോർട്ട് സ്റ്റോറി ഈസ് റിട്ടൺ ബൈ ഹർ. മിനു സുരേഷ് രണ്ടാമത്തെ വായിക്കും. ചോദ്യം ഞാൻ വായിക്കാം. വി കുക്ക് ഫുഡ് ഫോർ ദ ഫാമിലി. യെസ്. Yes, sir. Food is cooked for the family by us. വെരി ഗുഡ്. കുക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ്. അപ്പൊ ഫുഡ് ഈസ് കുക്ക്ഡ് ഫോർ ദ ഫാമിലി ബൈ അസ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ശുഭ മൂന്നാമത്തെ വായിക്കും. ചോദ്യം ഞാൻ വായിക്കാം. ഐ സ്റ്റഡി ഇംഗ്ലീഷ് ഗ്രാമർ. English grammar is studied by me. Oh, very good, very good, very good. English grammar is studied by me. Yes.
മഞ്ജു സുരേഷ്, ചോദ്യം ഇതാണ്, വി ക്ലീൻ ദ റൂം എവരി ഡേ. The room is cleaned every day by us. Very good, very good. The room is cleaned every day by us. Very good, very good. Subida. Subida Sien. Yes. Wait. He makes paper dolls. Paper dolls are made By him. Okay, okay. Range എടുക്ക് പോകണ്ട സുബിത, കുഴപ്പമില്ല. Paper dolls are made by him. അല്ലേ, ആരല്ലേ ഡോളല്ലേ, ഡോൾസ് അല്ലേ, ഓക്കെ. മനസ്സിലായില്ലേ സുബിത? ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. റേഞ്ചിന്റെ ഇഷ്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇയക്കി നോക്കുക. ഓക്കെ, അപ്പൊ ഞാനിനി ഇത് പറയുന്നില്ല, കാരണം എല്ലാം ശരിയായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും. യെസ്, അപ്പൊ അത് മനസ്സിലായി. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് if the given sentence is simple present, or passive voice or simple present നമ്മൾ പറഞ്ഞത് object plus is അല്ലെങ്കിൽ am അല്ലെങ്കിൽ are plus വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി ഞാൻ ഈ സെന്റൻസ് വേറെ ഒന്ന് എഴുതുകയാണ്. She made a cup of tea. She made a cup of tea. അപ്പോ മിന്നു സുരേഷ്, ഈ സെന്റൻസ് ഏത് ടെൻസിലാണ് എഴുതിയേക്കുന്നത് പറയാമോ? നമ്മൾ പറഞ്ഞിട്ടുള്ള 12 ടെൻസിൽ ഏത് ഫോമിൽ വരും ഈ സെന്റൻസ് എന്ന് പറയാൻ പറ്റുമോ? മെയ്ഡ് എന്ന് പറയുമ്പോ മേക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. മെയ്ഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ മെയ്ഡ്. മെയ്ഡ് പാസ്റ്റ് ടെൻസ് ആണ്. ഏത് പാസ്റ്റ്? പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ആണ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് സിമ്പിൾ പാസ്റ്റ്. മെയ്ഡ് വന്നാൽ ഓക്കെ ഓക്കെ, മിന്നു യുവർ ആൻസർ ഇസ് കറക്റ്റ്, വെരി ഗുഡ്. യെസ്, സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ മിന്നു നോക്കി കഴിഞ്ഞപ്പോ സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ മിന്നു അറിയാം. സബ്ജക്ട് പ്ലസ് വെർബ്, വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നോക്കിയേ, ഷീ സബ്ജക്റ്റ് ആണ്, മേക്ക് എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് മെയ്ഡ്. ഇതെന്താണ്? സബ്ജക്ട് വെർബിന്റെ പാസ്റ്റ് ടെൻസ് വന്നപ്പോ സിമ്പിൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഓബ്ജക്റ്റ് കഴിഞ്ഞ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആണ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് അല്ല, സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഈസ് ആം ആണ് എഴുതിക്കുന്നത് തെറ്റാണ്. അപ്പൊ എന്ത് ചെയ്യണം? ചെറിയൊരു വ്യത്യാസത്തോടെ വരുന്നു. എന്താണ് വ്യത്യാസം? അപ്പൊ നമുക്ക് അതൊന്ന് പറയാം. ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം, അത് സംശയമൊന്നുമില്ല, ഓബ്ജക്റ്റ് വേണം. അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേർ, ഇതാണ് ചേർക്കുന്നത്. കാരണം ഇത് സിമ്പിൾ പാസ്റ്റ് ആണ് വാചകം. അപ്പൊ എന്ത് ചേർക്കണം? ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേർ, വാസ് ഓർ വേർ. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, വെർബിന്റെ മൂന്നാമത്തെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ അത് വെർബ്. ഓക്കെ, പിന്നെ ഐ എന്നുള്ളതും ഈ ആവും, യു എന്നുള്ളത് ദേ എന്നുള്ളത് അമ്മ, അതൊക്കെ വ്യത്യാസമൊന്നുമില്ല, അതൊക്കെ അതുപോലെയൊക്കെ തന്നെ. ടെൻസിൽ മാത്രം മാറുന്നതനുസരിച്ച് ഈസ് ആമാറിന് പകരം വാസ് അല്ലെങ്കിൽ വേർ. അപ്പൊ എപ്പോഴും നമ്മളൊരു സെന്റൻസ് കാണുമ്പോൾ അത് ഏത് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാവണം. എങ്കിലേ നമുക്ക് ഈസ് ചേർക്കണോ വാസ് ചേർക്കണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ വാസ് അല്ലെങ്കിൽ വേറാണ്. അപ്പൊ അടുത്ത ഹെഡിങ് എഴുതിക്കോ, പാസീവ് വോയിസ് ഓഫ്, പാസീവ് വോയിസ് ഓഫ്, passive voice of simple past, passive voice of simple past. എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതിക്കോ ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെർ, വാസ് സ്ലാഷ് വെർ, വാസ് ഓർ വെർ പ്ലസ് പി വെർബ്, വെർബ്. എന്നിട്ട് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബ്രാക്കറ്റിലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചെയ്യണം.
പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം, വാസ് അല്ലെങ്കിൽ വേറെ ചേർക്കണം, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണം. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാനായി ഷീ മെയ്ഡ് എ കപ്പ് ഓഫ് ടീ. അവൾ ഒരു കപ്പ് ചായ ഉണ്ടാക്കി. എന്തുണ്ടാക്കി? ഒരു കപ്പ് ചായ. ഓബ്ജക്റ്റ് കിട്ടി, എ കപ്പ് ഓഫ് ടീ. ഒരു കപ്പ് എ കപ്പ് ഓഫ് ടീ. വാസ് വേറെ ഒരു വാസ് വാസ്. പിന്നെ വേണ്ടത് മെയ്ഡ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ നോക്കാം, മെയ്ഡ് പാസ്റ്റ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും മെയ്ഡ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അത് തന്നെ എഴുതുന്നുണ്ട്. വാസ് മെയ്ഡ് ബൈ ഹെർ. എ കപ്പ് ഓഫ് ടീ വാസ് മെയ്ഡ് ബൈ ഹെർ. പിടികിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? യെസ്, വെരി വെരി സിമ്പിൾ. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള നമ്മൾ വായിച്ചു. ഓക്കെ മിന്നു? ഓക്കെ ഓക്കെ ഓക്കെ. ടെൻസ് അറിയണം നമ്മൾ, അത് അറിഞ്ഞെങ്കിലും മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. യെസ്, അടുത്തത് സ്വന്തമായിട്ട് ചെയ്യണേ. മാക്ബത്ത്, MACBETH, മാക്ബത്ത്. കിൽഡ്, KILLED, കിൽഡ്. ഡങ്കൻ, DUNCUN, D ക്യാപിറ്റൽ, ഡങ്കൻ. അടുത്തത് ഒന്നുകൂടി പറയാമോ സർ? killed Duncan. Macbeth killed Duncan. Other. I loved him. Loved him. LOVED. Loved him deeply. ഞാൻ ആഴത്തിൽ അവരെ സ്നേഹിച്ചു. അടുത്തത് she ordered over DERED, ordered delicious, DELICIOUS, delicious cake, CAKE, cake. அடுத்தது he ate മസാല ദോശ. മസാല ദോശ എഴുതിയിട്ടു. he ate masala dosha for breakfast. They taught, TAUGT, taught English poem. ഓർമ്മ എഴുതിക്കോളൂ. we solved, SOLVED, solved the problems. We solved the problems. We solved the problems. Okay. 6 ഉണ്ട്. എഴുതിക്കോളൂ. കഴിയുമ്പോൾ പറഞ്ഞാൽ മതി.
Okay, Manju. Okay, Minu. Is he okay? Sudhita okay? Okay, നമുക്ക് തുടങ്ങാം. ഇത്ര ആലോചിക്കാനൊന്നുമില്ലല്ലോ. ആലോചിച്ച് ചെയ്യാനുള്ളത് ഞാൻ അടുത്ത് പറയാം. അതിനകത്ത് ഇത് വേണമെന്ന് ആലോചിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു സംശയമുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് വരട്ടെ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ആരംഭിക്കാം അല്ലേ? മിന്നു പറഞ്ഞോളൂ. ഞാൻ ചോദ്യം വായിക്കാം. മാക്ബത്ത് killed Duncan. Duncan was killed by Macbeth. വെരി ഗുഡ് ആൻസർ. ഇവിടെ ആദ്യം മനസ്സിലായി മാക്ബത്ത് ഡങ്കനൊക്കെ. അത് മറ്റേ ഷേക്സ്പിയറിന്റെ മറ്റേ ഷേക്സ്പിയർ അല്ല, നമ്മുടെ ഷേക്സ്പിയറിന്റെ ദുരന്ത പര്യവസാനിയായിട്ടുള്ള ഒരു നോവലിലെ ഒരു നാടകത്തിലെ കഥാപാത്രങ്ങളാണ് ഡങ്കനും കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഈ നാടകം വായിച്ചിട്ടുണ്ടോ? ഈ നാടകം പിന്നെ ഇല്ല, ഞങ്ങക്ക് ഇതിന്റെ വേറെ മറ്റേ ജൂലിയസ് സീസർ, ജൂലിയസ് സീസർ അതിന്റെ അത് പഠിക്കാണ്ടായിരുന്നു +2. ഷേക്സ്പിയറിന്റെ ഒരു നാടകം ഡിഗ്രിക്ക് കോളേജിലൊക്കെ പഠിക്കാൻ വരാറുണ്ട്. കിങ് ലിയർ ഉണ്ടായിരുന്നു സാറേ ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞു വന്നതാണ്, ഇതിന്റെ അകത്ത് ജീവിതം എന്താണ് എന്ന് ഷേക്സ്പിയർ പറയുന്ന ഒരു വാചകമുണ്ട്. ആ വാചകം ഇല്ല, നമ്മൾ പറയാറില്ലേ, ഉപ്പില്ലാത്ത കഞ്ഞി മറ്റേ കുറച്ചൊക്കെ പറഞ്ഞ പോലെ ലൈഫ് ഈസ് എ സ്റ്റോറി ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കഥയാണ്. ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്, ഒരു വിഡ്ഢി പറഞ്ഞ കഥയാണ് ജീവിതം എന്ന് പറയുന്നത്. കാരണം ഒരു വിഡ്ഢിക്ക് ഒരിക്കലും നല്ലൊരു കഥ പറയാൻ പറ്റില്ല. ലൈഫ് ഈസ് എ സ്റ്റോറി ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. യെസ്, അപ്പൊ നമുക്ക് പറയാം ഡങ്കൻ വാസ് കിൽഡ് ബൈ മാക്ബത്ത്. ഓക്കെ, ശുഭ രണ്ടാമത് വായിച്ചു. ചോദ്യം ഇതായിരുന്നു, I loved him deeply. He was loved deeply by me. Very good, very good. ഇതാ ശ്രദ്ധിച്ചോ, he, him ആണ് ഒബ്ജക്റ്റ്. അത് ഇങ്ങോട്ട് മാറ്റുമ്പോ he എന്ന് മാറ്റണം സബ്ജക്റ്റ് ആക്കുമ്പോ. He was loved deeply by me. മഞ്ജു ഞാൻ സുരേഷ്. എഴുതിണ്ടായിരുന്നു, തന്നെയായിരുന്നു. പക്ഷെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. Yes. മൂന്നാമത്തെ ഞാൻ ചോദ്യം വായിക്കാം. She ordered delicious cake. മഞ്ജു സുരേഷ്. ഇവിടെ ഭയങ്കര സൗണ്ടാണ്, കേൾക്കാമോ? ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഡെലീഷ്യസ് കേക്ക് വാസ് ഓർഡേർഡ് ബൈ ഹർ. Correct answer. Very good. Delicious cake was ordered by her. Subhida, he ate masala dosa for breakfast. Masala dosa was hated for breakfast by him. ചെറിയൊരു മിസ്റ്റേക്ക് ഒരു സ്ഥലത്ത് പറ്റിയിരുന്നു, ഒരു വേർഡ് തെറ്റ് പറ്റിയിരുന്നു. ആ എയ്റ്റഡ് എന്ന് എഴുതിയില്ലേ, അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു. അവിടെ എന്നൊരു മിസ്റ്റേക്ക്, ബാക്കിയൊക്കെ കറക്റ്റ്. ആ വാക്കിൻ്റെ അത് മാത്രം
ചെറിയൊരു ഒരു ഇഞ്ച് എന്ന് പറയും. ഇതൊക്കെ എന്നെ മാറ്റാൻ വേണ്ടി ഹെയ്റ്റ് തന്നെയാണോ സാർ? ഈറ്റ് പ്രസന്റൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ എഴുതിയേക്കുന്നത് ഈറ്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈറ്റ് എന്നാണ്. ഈറ്റ് ഞാൻ ക്വസ്റ്റ്യൻ ഹെയ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നതേ. ഹെയ്റ്റ് എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ 8 എന്നാണ്. ഓക്കെ ലിജി സാർ എനിക്ക് കേൾക്കണില്ല ഇവിടെ, നെറ്റിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ഹെയ്റ്റ് എഴുതി വെച്ചേക്കണത്. ആ ഹെയ്റ്റ് ആണല്ലേ. ഓ ഹെയ്റ്റ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത് അല്ലേ. ഓ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഹെയ്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ യെസ്. ഇനി അടുത്തതാരാണ്? ലിജി അല്ലേ? ലിജി ചോദ്യം ഞാൻ വായിക്കാം. They taught English poem. English poem was by English poem was by taught TAUGHT by them. By them. കേട്ടോ? English poem was taught by them. അനില ഓയെ. അനില യെസ്. അനില കേട്ടില്ല തോന്നുന്നു. ചോദ്യം ഇതായിരുന്നു. We solved the problems. Yes. Okay, okay. എന്നാ മിനുസിലേക്ക് വായിച്ചോളൂ. Yes, sir. The problems were solved by us. Very good. The problems were solved by us. Okay. അപ്പൊ ഞാൻ സിമ്പിൾ പാസ്റ്റിന്റെയും സിമ്പിൾ പ്രസന്റിന്റെയും പാസീവ് വോയിസിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് നേരത്തെ പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ സിമ്പിൾ പാസ്റ്റ് കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തു. ഞാൻ ഈ പറഞ്ഞത് മുഴുവനും നല്ല എളുപ്പമുള്ള വാചകങ്ങളാണ്. പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ്. ഞാനൊന്ന് മാറ്റി പിടിക്കാണ്. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ, തെറ്റാണോന്നറിയില്ല. ദേ ടോട്ട് ഇംഗ്ലീഷ് പോയം എന്ന് പറയണില്ലേ, അതില് ദേ എന്ന് വരുമ്പോ വാസ് തന്നെയാണോ വരിക? അല്ല, ഇംഗ്ലീഷ് പോയം നമ്മൾ സബ്ജക്റ്റ് ആക്കിയതല്ലേ. ഓക്കെ. പാസീവ് വോയിസിലോട്ട് പറയുമ്പോൾ തേതോടെ സബ്ജക്റ്റ് മാറി ഇംഗ്ലീഷ് പോയമായി. അതാണ് വാസ് വരാൻ. മനസ്സിലായോ? ഓബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറല്ലേ. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇംഗ്ലീഷ് പോയംസ് എന്നാണെങ്കിൽ വേറെ. ഇംഗ്ലീഷ് പോയം ആയതുകൊണ്ടാണ് വാസ് വന്നത്. അപ്പൊ ഇത്രയും സമയം ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ സെന്റൻസുകളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇനി പറയുന്നത് ചെയ്യാം. നിങ്ങൾ നമുക്ക് ആലോചിക്കണമെന്ന് പറഞ്ഞോളൂ. നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞോളൂ. ഞാൻ അങ്ങനത്തെ ഒന്നും പറയാം. ടു ടെസ്റ്റ് യുവർ IQ. എഴുതിക്കോ. Did anybody disturb 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 him an hour HOUR an hour ago ago question mark ഇതാണ് ചോദ്യം. Did anybody disturb him an hour ago? ഒന്ന് ചെയ്ത് നോക്കി, ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യണേ. ക്വസ്റ്റ്യൻ മാർക്ക് ലാസ്റ്റ് ഉണ്ട്. കഴിയുന്നവര് പറഞ്ഞോളൂ. Did anybody disturb him an hour ago?
ഓക്കെ ശുഭ. യെസ്, ശുഭയുടെ കഴിഞ്ഞു. ഇനി ആരുടെയെങ്കിലും ഒരാൾ കൂടി കഴിഞ്ഞ് നമുക്ക് നോക്കാം. യെസ്, ശുഭയുടെ അല്ല കഴിഞ്ഞു എന്ന് പറഞ്ഞേ. ശുഭ ആൻസർ ഒന്ന് വായിച്ചേ. ശുഭയുടെ ആൻസർ സാർ ശരിയാണോന്ന് അറിയത്തില്ലേ. Was he disturbed by anybody an hour ago? ഞാൻ ശരിയാണെന്ന് തെറ്റാണെന്ന് പറയുന്നില്ല, അവിടെ നിൽക്കട്ടെ. മിന്നു സുരേഷ് സർ. പറയൂ, മിന്നുന്റെ ആൻസർ വായിക്കും. Was he disturbed an hour ago by anybody? യെസ്, അവിടെ നിൽക്കട്ടെ. ഇനി ആർക്കെങ്കിലും. സുബിത വായിച്ചോ. Anybody was disturbed an hour ago by him. വായിക്കും. യെസ്, ഇനി ആരുടെയെങ്കിലും. ഓക്കെ 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 യെസ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇവിടെ നോക്കാം. സുബിതയിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഒബ്ജക്റ്റ് കണ്ടുപിടിച്ച ചെറിയ മിസ്റ്റേക്ക് വരും. നോക്കാം ഇവിടെ. രണ്ട് ആൻസർ എഴുതിയുണ്ട് സാർ. ഒരു ആൻസറും കൂടി ഉണ്ട്. He was disturbed anybody an hour ago. രണ്ടും തെറ്റാ തോന്നുന്നുണ്ട്. രണ്ടാമത്തെ കുറച്ചുകൂടി യാഥാർത്ഥ്യത്തോടെ അടുത്ത് തോന്നിട്ടുണ്ട്. നമുക്കൊന്ന് ശരിയാക്കാനുണ്ട്. ചെറിയ മിസ്റ്റേക്ക് കൂടി തന്നെ കറക്റ്റ് ചെയ്യാനുണ്ട്. Where anybody disturbed an hour ago by him. യെസ്, ഓക്കെ 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 ഓക്കെ. ഇനി നമുക്ക് പറയാം. വിൻഡോ സുരേഷ്, ശുഭ ആൻസർ കറക്റ്റ് ആണ്. ശുഭ ഒന്നും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്ട്. വിനു വെരി ഗുഡ്. നോക്കാം ഇവിടെ നോക്കി, ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നോക്കി. Did anybody disturb him an hour ago? ആരെങ്കിലും 1 മണിക്കൂർ മുമ്പ് അവനെ ശല്യപ്പെടുത്തിയോ? ഇവിടെ നമുക്കൊരു സംശയം തോന്നുന്നു. ഡിസ്റ്റർബ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് അല്ലേ? അപ്പൊ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറല്ലേ വേണ്ടത്? നമുക്ക് സംശയം തോന്നുന്നു. പക്ഷേ ഇതിന്റെ അകത്ത് ഡിറ്റ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഡിറ്റ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ് ആണെന്ന് വിചാരിച്ചു കൊള്ളണം. യെസ്, ഞാനിപ്പോ നടന്നു പോകുന്നു, എന്റെ ഓപ്പോസിറ്റ് മഞ്ജു വരുന്നു. ഞാൻ മഞ്ജുവിനോട് ചോദിക്കുന്നു, എവിടെ പോയി? വെയർ ഡിഡ് യു ഗോ? കണ്ട, അങ്ങനെ ചോദിക്കുള്ളൂ. എവിടെ പോയി? വെയർ ഡിഡ് യു ഗോ? അതായത് വെയർ യു വെന്റ് എന്ന് ചോദിക്കില്ല. ചോദിക്കുന്ന ചോദ്യത്തിന്റെ അർത്ഥം അതാണ്. പക്ഷെ ചോദിക്കുന്നത് എങ്ങനെയാണ്? വെയർ ഡിഡ് യു ഗോ? നിങ്ങൾ എവിടെ പോയി? യെസ്, ഓക്കെ. അപ്പൊ ഡിഡ് കഴിഞ്ഞിട്ട് പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവൂ, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടും. യെസ്, അപ്പൊ ഇവിടെ ഡിസ്റ്റർബ് എന്നുള്ളത് ഡിസ്റ്റർബ്ഡ് എന്നാണെന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം സിമ്പിൾ ഫാസ്റ്റ് ആണ്. ഒബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ഐഞ്ച്. അവിടെ സോറി വെർബിന്റെ ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഐഞ്ചിന്റെ ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്, ഇനി നമുക്ക് വേണ്ടത് ഈ തന്നിരിക്കുന്ന വാചകത്തിൽ നിന്ന് ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം. എന്ത് അല്ലെങ്കിൽ ആരെ ഡിസ്റ്റർബ് ചെയ്യുന്നു? അവനെ. അപ്പൊ ഹിം ആണ് ഒബ്ജക്റ്റ്. അത് നമ്മൾ ഇങ്ങോട്ട് മാറ്റി. അപ്പൊ അത് എന്തായി? ഹീ ആയിട്ട് മാറ്റി. ഹീയുടെ കൂടെ എന്ത് വരും? വാസ് വരും. ഹീ വാസ്. ഡിസ്റ്റർബ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡിസ്റ്റർബ്ഡ്, DISTURBED, ഡിസ്റ്റർബ്ഡ്. പിന്നെ അതിന്റെ അകത്ത് ബാക്കിയുള്ളത് എന്താണ്? ആൻ അവർ എഗോ. അതുകൂടെ ആണ് എഴുതാൻ. ആൻ അവർ എഗോ ബൈ എനിബഡി. ഇങ്ങനെയാണ് നമുക്ക് എഴുതാൻ മനസ്സിലാവുക. ഹി വാസ് ഡിസ്റ്റർബ്ഡ് ആൻ അവർ എഗോ ബൈ എനിബഡി. മിനുവിനെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയേ, തന്നിരിക്കുന്ന സെന്റൻസ് അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ തന്നിരിക്കുന്ന ഡിഡ് ആദ്യം വന്നിട്ട്, ഡിഡിനൊരു ഓക്സിലറി വെർബാണ്, അത് ആദ്യം വന്നിട്ട് ചോദ്യമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഉത്തരവും ഓക്സിലറി വെർബ് ആദ്യം കൊടുത്തിട്ട് അതൊരു ചോദ്യമാക്കി മാറ്റണം. യെസ്, അപ്പൊ നമ്മുടെ ഓക്സിലറി വെർബ് എന്താണ്? വാസ് അല്ലേ? ആ വാസ് ആദ്യം പറയുക. അപ്പൊ എന്ത് വരും? വാസ് ഹി ഡിസ്റ്റർബ്ഡ്
an hour ago by anybody. ഇതാണ് കറക്റ്റ് ആൻസർ. മിന്നുവിന്റെ സൂപ്പർ ആയിരുന്നു. സുബിദിനെയും കറക്റ്റ്. മിന്നു എനിക്ക് പിന്നെ മഞ്ജു അല്ലേ പറഞ്ഞേ? മഞ്ജു പേജ് കറക്റ്റ് ആയിരുന്നു. മഞ്ജു പിന്നെ ബൈ മാറ്റിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ. യെസ്, അതിന്റെ ആൻസർ was he disturbed an hour ago by anybody. ഓക്കെ, പിടിയിട്ടില്ല. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് ചെയ്യാൻ നോക്കണം. ഓക്കെ, യെസ്. ഞാൻ ഇതുപോലത്തെ വേറെ ഐറ്റം കൂടി പറയാം, ചെയ്യാൻ പറ്റുന്നത്. They did not help her, help her last month. They did not help her last month. Okay, very good. Okay, Minnu. Okay, Shubha. ശുഭ, ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ, മറ്റേ കാര്യം പറഞ്ഞോളൂ. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ജിഷ ടീച്ചറിന്റെ ക്ലാസ് വെച്ചിരുന്നത് 3 മണിക്ക് എന്നുള്ളത് മാറ്റി വൈകുന്നേരം 8 മണിക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ ശുഭ തന്നെ വായിച്ചോളൂ. ആദ്യത്തല്ല, ഒരെണ്ണുള്ളൂ. ആദ്യം ശുഭ വായിച്ചോളൂ. She was not helped by them last month. മിന്നു എന്താണ്? മിന്നു സുരേഷ്. Yes, sir. She was not helped last month by them. By them. Yes. ഇനി ആർക്കെങ്കിലും? ഓക്കെ, രണ്ടുപേരുടെയും ശരിയാണ്. A+ എന്നിരിക്കുന്നു. A+. സംശയം ആർക്കെങ്കിലും? നോക്കി, ഇവിടെ ഹെയർ ആണ് ഒബ്ജക്റ്റ്. അതിന് ഇങ്ങോട്ട് വന്നപ്പോ ഷീ നൽകി. ഷീയുടെ കൂടെ വാസു വരൂ, വേറെ വരും, വാസു വരും. തന്നിരിക്കുന്ന വാചകത്തിൽ നോട്ട് ഉണ്ട്. ഇത് ഒരു നോട്ട്, വാസ് നോട്ട്. ഹെൽപ്പ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഹെൽപ്പ്. പിന്നെ വേണ്ടത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബാലൻസ് എന്തിനൊക്കെ നിൽപ്പുണ്ടാന്ന് നോക്കാം. പിന്നെ നിൽക്കുന്നത് എന്താണ്? ലാസ്റ്റ് മന്ത് കിടപ്പുണ്ട്. ലാസ്റ്റ് മന്ത് ബൈ ദം.
അപ്പോ ഷീ വാസ് നോട്ട് ഹെൽപ്ഡ് ലാസ്റ്റ് മന്ത് ബൈ ദം. ഒരെണ്ണം കൂടി എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. Did you believe 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 ഫസ്റ്റത്തെ എന്താ സാർ? did DID ഓക്കെ. did you believe 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 them THEM them. Asina സാർ പറ്റി കാണാമല്ലോ. ആ കുട്ടീനെ ഡോക്ടറെ അടുത്ത് പോയതായിരുന്നു. ഓക്കെ ഓക്കെ. ഞങ്ങളിവിടെ പാസീവ് വോയിസ് സിമ്പിൾ പാസ്റ്റ് വരെ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ചോദ്യം കഴിഞ്ഞു. ഡിഡ് യു ബിലീവ് ദം ക്വസ്റ്റ്യൻ മാർക്ക് ഇരിക്കുള്ളൂ. ഓക്കെ മിനു. ഓക്കെ ശുഭം. യെസ്. മിന്നുവിനെ വായിച്ചോളൂ ആദ്യം. യെസ് സർ. വായിച്ചോളൂ. Did you believe them? Were they believed by you? സുബിത അടുത്ത എഴുതിയാരാണ്? യെസ് സാർ. വായിച്ചോ. ഞാൻ വാസ വെച്ചേക്കണ കേട്ടോ. വാസാണ് വെച്ചത്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. വേറെ ആരാ എഴുതിയത്? ശുഭ വായിച്ചോളൂ. മിനുവിന്റെ പോലെ തന്നെ ഞാൻ എഴുതിയത് വെയർ ദേ ബിലീവ്ഡ് ബൈ യു. ഓക്കെ ഓക്കെ. ലിജി എന്താണ് എഴുതിയത്? Was വാസാണ് എഴുതിയത്. വാസ്. ഓക്കെ. മഞ്ജു സുരേഷ്. They were believed by us. They were believed by us. Okay. That okay. Yes. ഇവിടെ നോക്കിയേ. ഇവിടെ ആദ്യം വായിച്ചത് മിന്നു വായിച്ചത് കറക്റ്റ് ആണ്. തേയുടെ കൂടെ വാസു വരില്ല. തേയുടെ കൂടെ എന്താ വരുള്ളൂ? വേറെ വരുള്ളൂ. പിന്നെ മാത്രം ഇതൊരു ചോദ്യമാണ്. അപ്പൊ മഞ്ജു സുരേഷെ ഡിറ്റ് ആദ്യം വന്നേക്കല്ലേ ഓക്സിലറി വെർബ്. ആൻസറും അതുപോലെ തന്നെ ആവണം. നമ്മുടെ ഓക്സിലറി വെർബ് ആക്കിക്കൊടുക്കും. അപ്പൊ വേർ ദേ ബിലീവ്ഡ് ബൈ യു. പിന്നെ വെരി ഗുഡ്, കറക്റ്റ് ആണ് അത്. യെസ്. ഓക്കെ. അപ്പൊ ഇത് മനസ്സിലായല്ലോ. അപ്പൊ നമ്മളിപ്പോ സിമ്പിൾ പ്രസന്റിന്റെയും
സിമ്പിൾ പാസ്റ്റിന്റെയും പാസീവ് വോയിസും വരെ നമ്മൾ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ് പാസീവ് വോയിസ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ ബൈ. താങ്ക് യു. ഓക്കെ താങ്ക് യു സർ. ഓക്കെ താങ്ക് യു സർ. ഓക്കെ.